our next question. The forces 20 Newton, 30 Newton, 40 Newton, 50 Newton, 60 Newton acting at one of the angular points of a regular hexagon. So, നമുക്ക് പരിചയമില്ലാത്ത ചിലപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ വരും. So, acting at the angular points of a regular hexagon. പക്ഷെ നമുക്ക് ഈ വാക്കെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ, പക്ഷെ നമ്മൾ അത്ര സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഈ വാക്കുകൾ. ആംഗുലാർ പോയിന്റ്സ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഓക്കെ, ടുവേർഡ്സ് ദ 5 other angular points. Okay, taken in order. അതായത് ഓർഡറിൽ ഒരു പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് പോയിന്റിലേക്ക്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? ഹെക്സഗൺ എന്നുള്ള വാക്കറിയാലോ. ഇറ്റ്സ് എ 6-side polygon. That's polygon having 6 sides. Okay, so ഒരു റഫ് ആയിട്ട് ഞാൻ ഒരു ഹെക്സഗൺ വരയ്ക്കാം. So this is an hexagon. So ഹെക്സഗണിന് ഒരു ഇൻക്ലൂഡഡ് ആംഗിളും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഉണ്ട്. അതൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. So the outer angle will be 60 degree and inner angle will be 120 degree. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ മെത്തേഡ് ഒക്കെ ഉണ്ട്. ഈ ഇന്നർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നർ ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് 360 ഡിവൈഡ് ബൈ n, where n is the number of sides. ഹെക്സഗൺ ആവുമ്പോൾ 6 ഡിവൈഡ് ബൈ 360 പറയുമ്പോൾ 60 ആവും. 60 മൈനസ് 180 120 ആവും. വാട്ട് അബൌട്ട് പെൻഡഗൺ? പെൻഡഗൺ ആണെങ്കിൽ 5 സൈഡ്. പെൻഡഗൺ ഗോട്ട് 5 സൈഡ്. സോ ഇറ്റ്സ് ഇൻക്ലൂഡഡ് ആംഗിൾ വിൽ ബി 180 മൈനസ് 360 ഡിവൈഡ് ബൈ 5. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ഇസ് റെക്ടാംഗിൾ? റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ 4 സൈഡിൽ 4 സൈഡ്. സോ 180 മൈനസ് 360 ഡിവൈഡ് ബൈ 4. ഓക്കെ, ഒരിക്കലും നമുക്ക് ഗ്രാഫിക്സിൽ നമുക്ക് പഠിക്കേണ്ടായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അത്ര കാര്യമില്ല. നമുക്ക് അത് ഹെക്സഗൺ പെൻഡഗൺ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണെന്ന് മാത്രം പഠിച്ചാലും മതി. അത് ബൈ ഹാർട്ട് പഠിക്കണം, ബൈ ഹാർട്ട് പഠിക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് പഠിക്കണമെങ്കിൽ ഇക്വേഷൻ വെച്ച് പഠിക്കാം കേട്ടോ. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദേ ഹാവ് ഗിവൺ എ റെഗുലർ ഹെക്സഗൺ വിത്ത് ആംഗുലാർ പോയിന്റ്സ്. അത് പുതിയൊരു ടേം ഉണ്ട്, ആംഗുലാർ പോയിന്റ്സ്. അപ്പൊ ഇതിന്റെ എന്താണ് ആംഗുലാർ പോയിന്റ്സ്? അതിന് എത്ര ആംഗിൾസ് ഉണ്ട്? 6 ആംഗിൾസ്. ഓരോ ആംഗിളും ക്രിയേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ ആംഗുലാർ പോയിന്റ്സ് എന്ന് പറയും. So we'll got 6 angular points. So in this question they have given that these forces, 5 different forces. 1, 2, 3, 4, 5. 5 different forces are acting at one of the angular points. The angular point le ഏതോ ഒരു പോയിന്റിൽ ഈ 5 ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. Towards the other 5 angular points. So ഒരു ഫോഴ്സിന് ഡയറക്ഷൻ വേണമല്ലോ. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ടുവേർഡ്സ് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് ആയിരിക്കും. ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കാം, റൈറ്റ് ആയിരിക്കാം, ടുവേർഡ്സ് അപ്പ് ആയിരിക്കാം, ടുവേർഡ്സ് ഡൗൺ ആയിരിക്കാം. സോ ദേ ഹാവ് ഗിവൺ ദാറ്റ്. സോ വി ആർ സെലക്ടിങ് ദിസ് ആംഗുലർ പോയിന്റ്. ഈ ആംഗുലർ പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ ഐ വിൽ ബി മാർക്കിംഗ് ആസ് 1, 2, 3, 4, 5, 6. So all the forces are acting on the first angular point towards the other 5 angular points. So first force എങ്ങനെ വരും? First force will be, so this is the first force. Just 1 minute. First force from point 1 to point 2. This is the first force. And second force will be point 1 to point 3. And third force will be point 1 to point 4. And fourth force will be point 1 to point 5. And fifth force will be point 1 to point 6. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഫിഗർ ഒന്നും തന്നിട്ടില്ല, ഫോഴ്സിന്റെ ആംഗിൾ ഒന്നും തന്നിട്ടില്ല. ബട്ട് ദേ ഹാവ് ഗിവൺ ദാറ്റ് വി ഗോട്ട് 5 ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് ആംഗുലർ പോയിന്റ്സ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. അപ്പൊ ഏതെങ്കിലും ഒരു ആംഗുലർ പോയിന്റ് എടുത്തു. ഇപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിൽ എടുത്തു, നമുക്ക് റൈറ്റ് സൈഡിൽ എടുക്കാം, ഏത് വേണം എടുക്കാം. ആംഗുലർ പോയിന്റ്സ് ടുവേർഡ്സ് അതർ 5 ആംഗുലർ പോയിന്റ്സ്. ബാക്കിയുള്ള 5 ആംഗുലർ പോയിന്റ്സ് ടേക്കൺ ഇൻ ഓർഡർ. അപ്പോൾ നമ്മൾ ഫോഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 20, 30, 40, 50, 60 അങ്ങനെ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ 20, 30, 40, 50, 60. ഓർഡർ പറഞ്ഞിട്ടില്ല, ഇൻ ആൻ ഓർഡറിന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഏത് ഓർഡറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അത് മാർക്ക് ചെയ്യാൻ? ഇനി വി ഹാവ് ടു നോ ദ ആംഗിൾ ഓഫ് ദീസ് ഫോഴ്സസ്. അതിനാണ് ഹെക്സഗണിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 120 ആണ് പറയുന്നത്. സോ ടു ഈച്ച് ആംഗുലർ പോയിന്റ്സിലേക്ക് ഓരോ ലൈൻസ് വരച്ചാൽ അത് നമ്മളെ ടോട്ടൽ ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും.
So total angle 120 ആണെങ്കിൽ each angle we will get 30 degree each. അതിനാണ് ഹെക്സഗണിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 120 ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതന്നെ നമുക്ക് പെന്റഗൺ ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പോളിഗൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതിന് ജസ്റ്റ് ഒരു ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, 180 - 360 / n എന്നുള്ള ഫോർമുല. ഓക്കെ, അല്ലെങ്കിൽ ഹെക്സഗണും പെന്റഗണൊക്കെ ഇനി ചോദിക്കാറുള്ളൂ, മീൻസ് അതിനും കൂടുതലൊന്നും ചോദിക്കാറില്ല. അല്ലെങ്കിൽ ജസ്റ്റ് 120 അല്ലെങ്കിൽ 102 ആ ആംഗിൾസ് മാത്രം ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വരച്ച ഫിഗറിനായിട്ട് കുറച്ച് ഭംഗിയായിട്ട് ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. സോ വി ഗോട്ട് 5 ഡിഫറെന്റ് ഫോഴ്സസ് സ്റ്റാർട്ടിങ് ഫ്രം പോയിന്റ് എ ആൻഡ് ടുവേർഡ്സ് പോയിന്റ് ബി സി ഡി ഇ. അപ്പോൾ 5 ഡിഫറെന്റ് പോയിന്റ്സിലേക്ക് അവർ ആംഗിൾസ് വരച്ചു. ആൻഡ് ദേ ഹാവ് മാർക്ക്ഡ് ഇറ്റ് ആസ് 20 ന്യൂട്ടൺ, 30 ന്യൂട്ടൺ, 40 ന്യൂട്ടൺ. ദേ ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം ദ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫൈനൽ ആൻസർ 2 ഫൈനൽ ആൻസർ ഉണ്ടാവുന്നുള്ളൂ. ബട്ട് ഇൻ എഫക്റ്റ് റിസൾട്ടന്റെ എല്ലാം സെയിം ആയിരിക്കും. സിഗ്മ എക്സും സിഗ്മ വൈ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു മാത്രം. ഓക്കെ, അത് വാല്യൂ ആണ് ആൾക്കാർക്ക് മനസ്സിലാവും. 2 ടൈപ്പിൽ എഴുതാൻ പറ്റുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? We have to write the horizontal components of these forces and vertical components of these forces. So I got 5 different forces. This is number 1, 2, 3, 4, 5. So നമുക്ക് 5 ഫോഴ്സിലെ 2 ഫോഴ്സ്, ഒരെണ്ണം വെർട്ടിക്കലും ഒരെണ്ണം ഹൊറിസോണ്ടൽ ആണ്. ഫോഴ്സ് നമ്പർ 1 ആൻഡ് ഫോഴ്സ് നമ്പർ 4. ഫോഴ്സ് നമ്പർ 1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്, അതിന് വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ടായിരിക്കില്ല. ഫോഴ്സ് നമ്പർ 4 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്, അതിന് ഹൊറിസോണ്ടൽ കോമ്പണന്റും ഉണ്ടായിരിക്കില്ല. സോ ബാക്കിയുള്ള 3 ഫോഴ്സിനെ വി ഹാവ് ടു റിസോൾവ് ഇൻടു 2 കോമ്പണന്റ്സ്. സോ ദിസ് വിൽ ബി റിസോൾവ്ഡ് ഇൻടു 2 കോമ്പണന്റ്സ്. ദിസ് വിൽ ബി റിസോൾവ്ഡ് ഇൻടു 2 കോമ്പണന്റ്സ് and this will also resolve into 2 components. Okay, അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ, ആരോടും പറഞ്ഞ് പ്രേരിപ്പിച്ചു നോക്കാം. So I will ask, നിങ്ങൾ ഏതുവരെ പറഞ്ഞു? നിർമ്മൽ എസ് കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നോ? നിർമ്മലിന്റെ അടുത്ത് നെക്സ്റ്റ് ആരാ? പവൻ വിജിൽ. പവനൊന്ന് കാണട്ടെ, പവനെ കണ്ടില്ലല്ലോ. ഓക്കെ, പവൻ, നമുക്ക് 3 ഡിഫറെന്റ് ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. ഇപ്പൊ ഫോഴ്സ് നമ്പർ 2ന്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് എന്തൊക്കെയാണ്? ഫോഴ്സ് നമ്പർ 2ന്റെ 30 sin 30. അത് ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ? ഹൊറിസോണ്ടൽ. അപ്പൊ തെറ്റിപ്പോയില്ലേ? നമുക്ക് ഫോഴ്സ് ഇവിടെ വരച്ചു നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഫോഴ്സ് ഇരിക്കുന്നത്? ഇങ്ങനെയാണ് ഫോഴ്സ് ഇരിക്കുന്നത്. ദിസ് ഇസ് നമ്പർ 2 എന്ന് പറഞ്ഞ ഫോഴ്സ് ആൻഡ് ദിസ് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി. So what is its horizontal component and what is its vertical component? നമ്മൾ വീണ്ടും ഇത്രയും കണ്ടിട്ടും വീണ്ടും ഡൗട്ട് ആണെങ്കിൽ വീണ്ടും ട്രയാംഗിൾ വരച്ചു നോക്കുക. ട്രയാംഗിൾ ക്രിയേറ്റ് ചെയ്യാം. ട്രയാംഗിൾ വിത്ത് ദിസ് ഇസ് നമ്പർ 2 ഫോഴ്സ് അല്ലെങ്കിൽ 30 ന്യൂട്ടൺ ഫോഴ്സ്. ദിസ് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി. What is this horizontal component and what is its vertical component? Vertical component 30 sin 30. Horizontal component 30 cos. Okay, കൺഫ്യൂഷൻ വരുത്തരുത് ഒരിക്കലും. നമുക്ക് അത്ര ഡൗട്ട് വരികയാണെങ്കിൽ അപ്പുറം ഇങ്ങനത്തെ സെക്കൻഡ് ഞാൻ വരച്ച ഈ ഫിഗർ വരച്ചു നോക്കുക. ഇതിലും ക്ലിയർ ആവണില്ല വെച്ചെങ്കിൽ ഒരു ട്രയാംഗിൾ വെച്ചു. ട്രയാംഗിൾ വെച്ച് പിന്നെ എല്ലാവർക്കും ക്ലിയർ ആവും. ഓക്കെ, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് വേറെ ആൾ ചോദിച്ചു നോക്കാം. ആൻഡ് പ്രിയ പൗലോ. പ്രിയ പൗലോനെ കാണാമല്ലോ. ഓക്കെ, പ്രിയ പൗലോ പറഞ്ഞോളൂ. വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് ദ ഫോഴ്സ് നമ്പർ 3? 40 cos 30. Okay, horizontal component. What is the angle? This angle. Okay. My first question, what is this angle?
120 അല്ലേ? ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണാനില്ലേ ഒരു ആരോ മാർക്ക് എടുത്തത്? So again once again I am working drawing the ഇവിടെ വരയ്ക്കാം. ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സ് നമ്പർ 3. So what is this angle? അതെന്താ അത്ര ഡൗട്ട്? താഴെ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ this is 30 and this is 30. So we got a total angle of 60 degree. Okay. And tell me what is the horizontal and what is the vertical component? Horizontal component 40 cos 60. 40 cos 60, okay. Vertical component 40 sin 60. Okay, 40 sin 60. Okay, thank you. Okay, next നമുക്ക് അടുത്ത വേറെ ചോദിക്കാം. രഗിത ഗിരീഷ്. Okay, Ragita, what is the horizontal and vertical component of the Ragita? Sorry. Next to pronounce correct pronunciation. What is the horizontal and vertical component of the force number 5? Vertical component 60 cos 30. 60 cos 30. Okay, very good. What is horizontal? 60 sin 30. 60 sin 30. Okay, very good. Okay, thank you. അപ്പോൾ എല്ലാവരും ഇതും കുഴപ്പമില്ലാണ്ട് നമുക്ക് റിസോൾവ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവര് ഈ ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഞാൻ കോപ്പി ചെയ്തേക്കുന്നതാണ്. അപ്പൊ അവര് എല്ലാ ആംഗിൾസും മെഷർ ചെയ്തേക്കുന്നത് ഫ്രം ദിസ് എക്സ് ആക്സിസ് ആണ് അവർ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ അവര് എല്ലാ കോമ്പണൻസും മാർക്ക് ചെയ്തേക്കുന്നത് ഫ്രം ദിസ് എക്സ് ആക്സിസ്. അപ്പൊ ആദ്യത്തെ ഫോഴ്സ് 30, സെക്കൻഡ് ഫോഴ്സ് 60, തേർഡ് ഫോഴ്സ് 90, ഫോർത്ത് ഫോഴ്സ് 120. അങ്ങനെയാണ് അവർ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാ ഹൊറിസോണ്ടൽ കോമ്പണന്റും അവർക്ക് കോസ് കോമ്പണന്റ് ആയിട്ട് എഴുതാം, അതേപോലെ എല്ലാ വെർട്ടിക്കൽ കോമ്പണന്റും സൈൻ കോമ്പണന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ജസ്റ്റ് ഒരു മെത്തേഡ് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ പഠിച്ച മെത്തേഡ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്താലും നോ പ്രോബ്ലം. ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് മേക്ക് ആൻ ആംഗിൾ 0 ഡിഗ്രി, അപ്പോൾ 20 cos 0. Second force making an angle 30 degree, 30 cos 30. Third force making an angle 60 degree, 40 cos 60. Fourth force, that is 50 Newton force, making an angle 90 degree, 15 cos 90. And fifth force is making an angle 120 degree, 60 cos 120. Okay, ഇങ്ങനെയും ചെയ്യാന്ന് മാത്രം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് ഓൾറെഡി ഇതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് 0 എന്ന് അറിയാം. അപ്പോൾ cos 90 0 അതൊക്കെ പോയിക്കോളും. ഓക്കെ, ഇതേപോലെ തന്നെ അവര് വെർട്ടിക്കലും ഇതേപോലെ തന്നെ ടോട്ടൽ ആംഗിൾ ആയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത് 0, 90, 30 ആയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ ഫിഗർ മാത്രം വരച്ചാൽ മതി. ഫിഗർ മാത്രം വരച്ചിട്ട് റിസൾട്ടന്റ് ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ്റെ സ്പേസ് ഇട്ടാൽ മതി. ഇതേപോലെ തന്നെ എഴുതുന്ന യാതൊരു നിർബന്ധമില്ല, ഇതേപോലെ എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓൾറെഡി നമ്മൾ അറിയുന്ന ഒരു മെത്തേഡ് അല്ലേ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് പോയാലോ. ഇത് ഏതാ സ്പേസ് ഇട്ടാൽ മതി. നമുക്ക് ഓൾറെഡി നോട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. നമുക്ക് പുതിയ മോഡൽ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ഇത് നമുക്കിപ്പോൾ എഴുതണ്ട, അത് അവിടെ നിന്നോട്ടെ. സ്പേസ് ഇട്ട് പോവാം. നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് പോവാം. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യും. റൂട്ട് ഓഫ് സിഗ്മ എഫ് ഹൊറിസോണ്ടൽ സ്ക്വയർ പ്ലസ് വെർട്ടിക്കൽ ഫോഴ്സിന്റെ സ്ക്വയർ എടുക്കും. ആൻഡ് വി വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ആംഗിൾ. ഇൻ ദിസ് കേസ് we got horizontal force positive and vertical force positive. So it is in the first quadrant. Horizontal vertical പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആവും. അപ്പോൾ നമുക്ക് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആംഗിൾ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചില കേസുകളിൽ തേർഡ് ക്വാഡ്രന്റിലൊക്കെ ആംഗിൾ വരും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആംഗിൾ, അതായത് സ്റ്റാർട്ടിങ് ഫ്രം 0 നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യണമെന്ന്. ഓക്കെ, അത് ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ നമുക്ക് തേർഡ് ക്വാർട്ടറിലാണ് കിട്ടി. ഇപ്പോൾ തേർഡ് ക്വാർട്ടറിന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും നെഗറ്റീവ് ആയിരിക്കും.
horizontal force and vertical force negative ആയിരിക്കും. And you will got a resultant. Resultant in this direction. Resultant in this direction. So നമ്മൾ ആംഗിളിന് എന്ത് ഇക്വേഷൻ എഴുതാം? ആംഗിളിന് ഇക്വേഷൻ എഴുതുമ്പോൾ തീറ്റ tan theta is equal to vertical force sigma v divided by sigma h എന്ന് എഴുതും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആംഗിള് തേർഡ് ക്വാഡ്രന്റ് ആവുമ്പോൾ ഇതായിരിക്കും. സോ വി ഹാവ് ടു റൈറ്റ് ദ ടോട്ടൽ ആംഗിൾ. ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു 180 കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആക്ച്വൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റിന്റെ സൈൻ വെച്ചിട്ട് വി ഹാവ് ടു decide whether it's in the first quadrant, second quadrant, third quadrant, fourth quadrant. അപ്പൊ ഈ കേസിൽ in this question both are positive. അപ്പൊ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ so our force is in the first quadrant. Resultant first quadrant ആണ്. അപ്പൊ നമുക്ക് ആംഗിളിൽ വേറെ പിന്നെ മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് കിട്ടിയ ആംഗിൾ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇത് നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഹോംവർക്ക് ക്വസ്റ്റ്യനിൽ ഒരേ ഒരു കൺഫ്യൂഷൻ ആരും ചോദിച്ചൊന്നുമില്ല. അപ്പൊ നമ്മൾ വേഗത്തിൽ പറഞ്ഞു പോകാം. അതുകൊണ്ട് ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഈ ഒരു ഫോഴ്സ് ആണ് കുറച്ച് ആൾക്കാർ ചോദിച്ചത്, 30 ന്യൂട്ടൺ ടുവേർഡ്സ് നോർത്ത് വെസ്റ്റ്. ഓക്കെ, ഈ ഫോഴ്സിൽ കറക്റ്റ് ആയിട്ട് ആംഗിൾ ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പൊ നോർത്ത് വെസ്റ്റ് വന്നാല് കറക്റ്റ് എക്സാക്ട്ലി ബിറ്റ്വീൻ നോർത്ത് ആൻഡ് വെസ്റ്റ്. സോ ദാറ്റ്സ് ആംഗിൾ വിൽ ബി 45 ഡിഗ്രി. അത് മാത്രമാണ് ഇതിൽ വരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു നോർത്ത് എവിടെ, ഈസ്റ്റ് എവിടെ, വെസ്റ്റ് എവിടെയാണ് നമുക്ക് എഴുതാൻ അറിയാം. ഓക്കെ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോഴ്സുകൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ 20 ന്യൂട്ടൺ ഇൻക്ലൈൻഡ് is inclined at 30 degree towards the northeast. North to east. North നിന്ന് 30 degree towards ഈസ്റ്റിലേക്ക് ഇൻക്ലിനേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് വരയ്ക്കാം. അങ്ങനെയുള്ള എല്ലാ ഫോഴ്സുകളും നമ്മൾ വരച്ചിട്ട് ഇൻക്ലിനേഷൻസ് മാർക്ക് ചെയ്യുക. 20 degrees towards north ആയിട്ട് രണ്ടാമത്തെ ഫോഴ്സിന് ഇൻക്ലിനേഷൻ ഒന്നുമില്ല, 25 degree towards north ആണ്. മൂന്നാമത്തെ ഫോഴ്സ് നോർത്ത് വെസ്റ്റ്, ഇപ്പൊ കറക്റ്റ് ഡയറക്ഷൻ വന്ന, സോ വിൽ ബി മാർക്കിംഗ് ആസ് 45 degree. ഫോർത്ത് ഫോഴ്സ് 35 degree ഇൻക്ലൈൻഡ് അറ്റ് 40 degree towards സൗത്ത് ഓഫ് വെസ്റ്റ്. അതായത് വെസ്റ്റിൽ നിന്ന് സൗത്തിലേക്ക് 40 degree ഇൻക്ലൈൻ. വെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 40 degree ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സൗത്ത് ഓഫ് വെസ്റ്റ്. ഓക്കെ, അങ്ങനെ അതേപോലെ ആദ്യത്തെ ഇങ്ങനെ 30 degree ടുവേർഡ്സ് നോർത്ത് ഓഫ് ഈസ്റ്റ്. ഓക്കെ, ഫ്രം ഈസ്റ്റ് ഇറ്റ് ഈസ് ടേക്കിംഗ് ആൻ ആംഗിൾ 30 degree ടുവേർഡ്സ് നോർത്ത്. അല്ല, ആംഗിൾ എങ്ങനെയാ മാർക്ക് ചെയ്യാന്ന് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ അതിന്റെ ആൻസർ സബ്മിറ്റ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല. സോ ആക്ച്വലി ഇങ്ങനെയാണ് ഇതിന്റെ ഡയഗ്രാം വരയ്ക്കാം. ഇപ്പോൾ എങ്ങനെയാണ് ടുവേർഡ്സ് നോർത്ത് ഓഫ് ഈസ്റ്റ്, ടുവേർഡ്സ് സൗത്ത് ഓഫ് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, അങ്ങനെ കുറച്ച് ആംഗിൾസ് ഇങ്ങനെ മാർക്ക് ചെയ്യാന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ചിലപ്പോ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലർ മാർക്ക് തെറ്റിയിട്ട് ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഇതായിട്ട് തെറ്റിയെടുത്തിട്ടുണ്ടായിരിക്കും, അതുപോലെ ഇത് 40 എടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ എടുത്തവരൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് റീസബ്മിറ്റ് ചെയ്യാട്ടോ. ഓക്കെ, ഇത് ഈ ഫിഗർ വരയ്ക്കാൻ മാത്രമേ നമുക്ക് പഠിക്കാവുള്ളൂ. ബാക്കി ഈ ഫിഗറിന് നമുക്ക് സൊല്യൂഷൻ എഴുതാൻ നമ്മൾ ഓൾറെഡി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തതാണ്. അത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഇതിന്റെ ഫൈനൽ ആൻസർ പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് -30.7 ന്യൂട്ടൺ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ് ഒന്നും എഴുതണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് നല്ല നോട്ടൊക്കെ നോക്കിയിട്ട് സാവകാശം നമുക്ക് പഠിച്ചാൽ മതി. നമുക്ക് എപ്പോഴും പുതിയ അത് ടോപ്പിക്കുകൾ വരുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇതും ഓക്കെ. സോ ദിസ് ഈസ് അവർ ന്യൂ ക്വസ്റ്റ്യൻ. സോ ഈ കേസിൽ എ മെഷീൻ കോമ്പണന്റ് 1.5 meter long and weight 1000 Newton. ഇതൊരു കോമ്പണന്റ് ആണ്. അപ്പൊ ഏത് കോമ്പണന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സീംസ് ലൈക്ക് ഒരു ഷാഫ്റ്റ് പോലെ ഉണ്ട്. ഓക്കെ, 1.5 meter ലോങ്ങും 1000 Newton വെയിറ്റും ഉള്ള ഒരു കോമ്പണന്റ് സപ്പോർട്ടഡ് ബൈ എ റോപ്പ് AB and CD as shown in figure. ഓക്കെ, അപ്പോ ഇതിന്റെ വെയിറ്റ് എത്രയാ? 1000 Newton എന്നുണ്ട്. അത് എവിടേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക? അത് ഡൗൺവേർഡ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതിന് സംശയമൊന്നുമില്ലല്ലോ. വെയിറ്റ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്ന സംശയമൊന്നുമില്ലല്ലോ. വെയിറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അതായത് കേസ് സപ്പോർട്ടഡ് ബൈ 2 ropes. 2 റോപ്പ് വെച്ചിട്ടുള്ളത് കെട്ടി വെച്ചേക്കുന്നത്. സോ റോപ്പിന് വി ഹാവ് ഗിവൺ ദ നെയിം AB and CD. സോ റോപ്പിൽ കുറച്ച് ഫോഴ്സ് വരും. കാരണം ഈ റോപ്പാണ് 1000 Newton ഫോഴ്സിനെ താഴേക്ക് പോകാൻ വേണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് പ്രസന്റ് ഈ സിസ്റ്റത്തിന് വേറെ മൂവ്മെന്റ് ഒന്നുമില്ല. അറ്റ് പ്രസന്റ്
ഫോഴ്സിന് വേറെ മൂവ്മെന്റ് ഒന്നുമില്ല. അത് മീനിങ് എന്താ? ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യണ ടോട്ടൽ ഫോഴ്സ് 0 ആണ്. സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണ്. ദാറ്റ് മീൻസ് ഈ സിസ്റ്റത്തിന് വേറെ മൂവ്മെന്റ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയുന്ന ഒരു പേരാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം. ഓക്കെ. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യണ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. അതിലത്തെ ഒരു കണ്ടീഷനാണ് നെറ്റ് ഫോഴ്സ് 0. ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. ഓക്കെ. നമ്മൾ പറഞ്ഞു വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടെൻഷൻ ഇൻ T1 ആൻഡ് T2. ഓക്കെ. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ഫോഴ്സുകൾ 0 എന്നാണ് മീനിങ്. നെറ്റ് ഫോഴ്സ് 0ന്റെ മീനിങ് എന്താ? ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഫോഴ്സുകൾ 0 ആണ്. ഓക്കെ. ഇനി നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം ഈ സിസ്റ്റത്തിൽ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ എന്ന്. ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഓക്കെ. നമുക്ക് വെർട്ടിക്കലായിട്ട് 1000 ന്യൂട്ടൺ ഉണ്ട്. അത് ഓക്കെ. ബാക്കി രണ്ട് ഫോഴ്സ് ഒരു റോപ്പിൽ T2 എന്നുള്ള ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ റോപ്പിൽ T1 എന്നുള്ള ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ആക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻക്ലൈൻഡ് ഡയറക്ഷനിലാണ്, ചെരിഞ്ഞിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ഇതുവരെ പഠിച്ച തിയറി എല്ലാം വെച്ചിട്ട് we can resolve this inclined force into two components. നമുക്ക് വേണമെങ്കിൽ ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്തിട്ട് അതിനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കോമ്പണൻസ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഫോഴ്സിനെ നമുക്ക് റിസോൾവ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഫോഴ്സിനെ ഇപ്പോൾ T1 എന്നുള്ള ഫോഴ്സിനെ ഞാൻ രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യും. ഒരെണ്ണം അപ്വേർഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഒരെണ്ണം horizontal direction. T2 also will be resolved into two components, T2 in the upward direction and T2 in the horizontal direction. ഇപ്പോൾ ഈ സിസ്റ്റത്തിലുള്ള എല്ലാ ഫോഴ്സിനെയും ഞാൻ ഹൊറിസോണ്ടലും വെർട്ടിക്കലും മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ ഈ സിസ്റ്റത്തിലുള്ള എല്ലാ ഫോഴ്സിനെയും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട്. ഇതിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? വെർട്ടിക്കലായിട്ട് 1000 ഡൗൺവേർഡ് ഇതുണ്ട്. അപ്വേർഡ് T1ന്റെയും T2ന്റെയും ഓരോ കോമ്പണൻസ് ഉണ്ട്. ഹൊറിസോണ്ടലും T1ന്റെയും T2ന്റെയും ഓരോ കോമ്പണൻസ് ഉണ്ട്. ഓക്കെ. ഇനി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് 0 ആയിരിക്കണം, സിഗ്മ എഫ് വൈയും 0 ആയിരിക്കണം. ഇക്വിലിബ്രിയത്തിന്റെ ഒരു കണ്ടീഷനാണ്, ഫസ്റ്റ് കണ്ടീഷനാണ് നെറ്റ് ഫോഴ്സ് ഷുഡ് ബി 0. ഒരു സിസ്റ്റത്തിൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിന്റെ എല്ലാ ഫോഴ്സും 0 ആയിരിക്കണം. എല്ലാ ഫോഴ്സിന്റെയും സം, എല്ലാ ഫോഴ്സും 0 ആയിരിക്കണം. ഫോഴ്സ് ഉണ്ടായിരിക്കും, എല്ലാ ഫോഴ്സിന്റെയും സം ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ വിൽ ബി ഇക്വേറ്റിംഗ് ദ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് നോക്കി നോക്കാം വാട്ട് ഈസ് ദ ഫോഴ്സസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. നമുക്ക് ആരോടെ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം വാട്ട് ആർ ദ ഫോഴ്സസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഓക്കെ. ഏതുവരെത്തി നമ്മള്? രാഹുൽ, മനീഷ്. ഓക്കെ. രാഹുൽ, ആ ഫിഗർ നോക്കിയിട്ട് വാട്ട് ആർ ദ ഫോഴ്സസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ? T1 ഉണ്ട്, T2 ഉണ്ട്. ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഉള്ള ഫോഴ്സുകൾ? ഏതൊക്കെയാണ്? T1 cos 60 degree. T1 cos 60 degree. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. അത് നെഗറ്റീവ്. ഓക്കെ. മൈനസ് T1 cos 60. പിന്നെ T2 cos 45 degree. T2 cos 45 degree. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സ് ഉണ്ട്. T1 cos 60 degree, that is negative, and T2 cos 45 degree, that is positive. ഇതിന്റെ രണ്ടിന്റെയും സമ്മ് നമുക്ക് 0 ആണ്. T1 cos 60 minus T1 cos 60 plus T2 cos 45 equal to 0. So from that we can write
T1 cos 60 is equal to T2 cos 45 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഏതൊക്കെ വരിക? സോറി, ഹൊറിസോണ്ടൽ കോമ്പണന്റ് പ്രതി വെർട്ടിക്കൽ കോമ്പണൻസ്. വെർട്ടിക്കൽ കോമ്പണൻസ് ഏതൊക്കെ വരും? വേറെ ആൾ ചോദിച്ചു നോക്കാം. What are the vertical components? Rafael Peter. Rafael Peter. Sir. Okay, Rahul, what are the vertical components of ഈ സിസ്റ്റത്തിലുള്ള ടോട്ടൽ വെർട്ടിക്കൽ കോമ്പണൻസ് ഏതൊക്കെയാണ്? T1 sin 60. T1 sin 60 plus or minus? Plus. Okay, plus T1 sin 60. പിന്നെ T2 sin 45. Plus or minus? Plus. Plus T2 sin 45. കഴിഞ്ഞോ? പിന്നെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ 1000 ന്യൂട്ടൺ. Minus 1000 Newton. Okay, that's equal to 0. Okay, thank you. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് എഴുതിയിട്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റണം. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് എഴുതാൻ പറ്റണം. സിസ്റ്റം ഈ ഫിഗർ കണ്ടിട്ട് ഇതിൽ ആക്ട് ചെയ്യണം. നെറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സും നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സും 0 നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് എഴുതാൻ പറ്റണം. നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സും നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റണം. സോ നമുക്ക് ടോട്ടൽ വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ 1000 ന്യൂട്ടൺ. സോ വിൽ ബി ഇക്വേറ്റിംഗ് ദ നെറ്റ് ഫോഴ്സ് ഹൊറിസോണ്ടലി. അപ്പം അതിൽ നമുക്ക് T1 ഉം T2 ഉം തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. കാരണം cos 60 cos 45 വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ഒരു വാല്യൂ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് T1 ഉം T2 ഉം തമ്മിൽ ഒരു റിലേഷൻ എഴുതാൻ പറ്റും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു? നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ്. നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ T1 sin 60, T1 sin 45, 1000. ഇതിൽ ഒരു T1 നോ T2 നോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ T1. T1 പകരം നമ്മൾ ഇവിടെ കിട്ടിയ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. T1 പകരം ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് T2 as 518.1 ന്യൂട്ടൺ. ആൻഡ് T2 കിട്ടിയാൽ T2 വാല്യൂ നമ്മൾ ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് T1 ഓൾസോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തോളൂ. സോ നമുക്ക് ഇതുവരെ ചെയ്യാത്തൊരു മോഡലാണ്, പുതിയൊരു മോഡലാണ്, എൻറ്റയർലി ന്യൂ ആണ്. അപ്പോൾ ഇതിൽ ആ കൂടി നമുക്ക് പഠിക്കാനുള്ളത് ആ ഇക്വിലിബ്രിയം ബേസ് ചെയ്തിട്ട് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് മാത്രമേ പഠിക്കാവുള്ളൂ. ഓക്കെ, എല്ലാവരും ഫിഗർ വരച്ചോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഫിഗർ വരച്ചിട്ട് T1 T2 കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റർ കൂടെ പഠിച്ചു നോക്കാം. ചിലപ്പോൾ ഇതിലത്തെ വാല്യൂസ് ചെറിയ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. കാൽക്കുലേറ്റർ ഒന്ന് അടിച്ച് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് 9:55 വരെയാണ് ക്ലാസ് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡ് ഒന്നും നടക്കില്ല. സോ വിൽ ഡു ഇറ്റ് ഓൺ മൺഡേ. ഓക്കെ, ഓക്കെ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അറ്റൻഡൻസിന്റെ ലിങ്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, മീൻസ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് പൊക്കോളും. കാരണം ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാനുള്ള സമയമില്ല. നമുക്ക് ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം. ഇതേപോലത്തെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ചെറിയൊരു ഹോംവർക്കും ഞാൻ തരാൻ പറ്റുമെന്ന് നോക്കട്ടെ. ചിലപ്പോൾ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് ചിലപ്പോൾ 2-3 ഹോംവർക്കുകൾ തരും. തപ്പി നോക്കട്ടെ. അപ്പോൾ ആൻസർ എഴുതി കഴിഞ്ഞാൽ ഇത് മാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആയി പോയിക്കോളൂ കേട്ടോ.